ഹായ് ഹലോ ഹായ് ഹായ്. സോ കുറേ നാളായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇടണമെന്ന് കരുതി നിൽക്കുന്നു. വല്ലാത്ത മടി കാരണം പോസ്റ്റ്പോൺ ചെയ്ത് അവസാനം വിചാരിച്ചു. എനിവേസ് ഞാൻ എല്ലാ ദിവസവും മോസ്റ്റ് വാണ്ടഡ് കളിക്കുന്നുണ്ട്. ചുമ്മാ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ്സ്. അപ്പം ഞാൻ ഓർത്തുന്നപ്പോൾ ആ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകാമെന്ന് ഓർത്തു. പ്രത്യേകിച്ച് വലിയ വിപ്ലവകരമായ കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാലും ചുമ്മാ എനിക്ക് അധികം സംസാരിക്കാൻ ആരെയും കിട്ടാത്തതുകൊണ്ടും എനിക്ക് ചില പല വർത്തമാനം പറയുന്ന ഇഷ്ടമായതുകൊണ്ടും ഞാൻ ചെയ്യുന്നു. സോ അതാണ് എൻ്റെ ബേസിക് കാര്യങ്ങൾ. നിങ്ങൾ ആരൊക്കെ ഇപ്പോഴും ഈ മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞൊരു ഗെയിമിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ മോസ്റ്റ് വാണ്ടഡ് അതിഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര വൈബ് അടിച്ചപ്പോൾ എൻ്റെ കയ്യിലൊരു ടി വി ഉണ്ടായിരുന്നു. സോ പക്ഷേ അത് ഞാനങ്ങനെ യൂസൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് ടി വി ഞാൻ വെറുതെ ഇങ്ങനെ ഇൻ്റർനെറ്റൊക്കെ എടുക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും വല്ല ബ്രോഡ്കാസ്റ്റോ കാര്യങ്ങളോ എല്ലാം വെച്ച് നോക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ എനിക്ക് ആ ടി വി വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വൈബ് അടിച്ചു. എനിക്ക് എൻ്റെ മോസ്റ്റ് വാണ്ടഡ് മിസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാലോ, നമ്മൾ 90s കിഡ്സ് അല്ലെ ഒരു 2K ആദ്യത്തെയൊക്കെ കുറേ ആൾക്കാർ നമ്മളൊക്കെ വി ഗ്രൂ അപ്പ് പ്ലേയിങ് ദിസ് ഗെയിം. നമ്മൾ ഈ ഗെയിം ഇങ്ങനെ കളിച്ചല്ല വളർന്നിട്ടുള്ളത്. സോ ഓബിയസ്ലി ഒരു സ്വന്തമായിട്ട് ആ സമയത്ത് PC ഉള്ള ആൾക്കാർ എല്ലാം ഏറ്റവും കൂടുതൽ കളിക്കുന്നൊരു ഗെയിമായിരുന്നു മോസ്റ്റ് വാണ്ടഡ്. അപ്പോൾ എനിക്കും നല്ല കുറച്ച് ഗെയിംസ് ഉണ്ട്. മോസ്റ്റ് വാണ്ടഡ്, സാൻ ആൻഡ്രിയാസ്, വൈസ് സിറ്റി, NFS അണ്ടർഗ്രൗണ്ട്, പിന്നെ ടെക്കൻ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ പ്രിൻസ് ഓഫ് പേർഷ്യ ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മോസ്റ്റ് വാണ്ടഡ് ആയിരുന്നു. സോ ഞാനപ്പോൾ അങ്ങനെ ഇടയ്ക്ക് എൻ്റെ എല്ലാ ദിവസവും കുറച്ച് ടൈം ഞാൻ മോസ്റ്റ് വാണ്ടഡ് കളിക്കാൻ വേണ്ടി മാറ്റി വെക്കും. അത് ഒരു രസമാണ്. ഞാനങ്ങനെ ഭയങ്കര ഇങ്ങനെ ഹാർഡ് കോറായിട്ടിരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഗെയിം കളിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ അറ്റ് ടൈംസ് ഞാൻ മോസ്റ്റ്ലി റെഗുലർലി അത് മിസ് ചെയ്യാതെ നോക്കാറുണ്ട്. സാൻ ആൻഡ്രിയാസ് ഇടയ്ക്ക് കളിക്കുമായിരുന്നു. സാൻ ആൻഡ്രിയാസിലും വൈസ് സിറ്റിയിലും നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് സ്റ്റക്കാകുന്നൊരു ലെവലുണ്ട്. ആ ലെവലിൽ വന്നപ്പോൾ ഞാനവിടെ സ്റ്റക്കായി. പിന്നെ അപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറേ വണ്ടി ഓടിക്കാനല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഇടയ്ക്കെടുത്ത് വണ്ടി ഓടിക്കും. നിങ്ങൾക്ക് സാൻ ആൻഡ്രിയാസ് കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ സ്റ്റക്കാവുന്നത് നമ്മുടെ ഫ്ലൈയിങ് സ്കൂളിൽ, അതായത് നമ്മുടെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് കൺട്രിയിൽ ഫ്ലൈയിങ് സ്കൂളിലെ എനിക്കൊന്ന് സർക്കിൾ അറൗണ്ട് എയർ സ്ട്രിപ്പോ സംതിങ് അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ഞാൻ സാൻ ആൻഡ്രിയാസ് ഇപ്പോൾ സ്റ്റക്കാവാറുണ്ട്. വൈസ് സിറ്റി കളിക്കുന്നവർക്കെല്ലാം അറിയാം. മറ്റേ ആ ഒരു 5-6 നിലയുള്ള കെട്ടിടത്തിൽ നമ്മൾ ഹെലികോപ്റ്റർ കൊണ്ടുപോയി ബോംബ് വെക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ എല്ലാവരും കുറേ സ്റ്റക്ക്. ഞാൻ ഒരു തവണ ആക്ച്വലി ഇത് രണ്ടും ജയിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അത്ര ഇൻറ്റൻസായിട്ട് ഇരിക്കാറില്ല. ശരി, ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ ടൈം ഒന്ന് പാസ് ചെയ്യണം. അപ്പം അങ്ങനെ. സോ ബേസിക്കലി ഞാൻ ഈ എന്തുകൊണ്ടാണ് ഈ വീഡിയോ, നിങ്ങൾക്കിപ്പോൾ ഒരു അന്തമൊന്നും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു സംബഡി. ബിക്കോസ് ഞാനിപ്പോൾ GCCയിലാണ്. സോ ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണല്ലോ എല്ലാവരും എന്നെക്കാട്ടിലൊരു 2-3 ലെവൽ അത്യാവശ്യം ഏജ്ഡ് ആയ ആൾക്കാരാണ്. ഏജ്ഡ് ഇൻ ദ സെൻസ് അവർ കുറച്ചുകൂടെ ഫാമിലി ഉത്തരവാദിത്വം. അവരെ കുറ്റം പറയുന്നില്ല, പക്ഷെ അവരങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നതാണ്. അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് മിണ്ടാനും സംസാരിക്കാൻ ആരുമില്ല. അപ്പം ഞാൻ ആലോചിച്ചു വൈ നോട്ട് യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് ഇടാം എന്നുള്ള രീതിയിൽ ഓർത്തു. സോ അപ്പം ഞാനിപ്പം വെച്ച് പ്ലാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ മോസ്റ്റ് വാണ്ടഡ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗെയിമിങ് ടൈം ഞാൻ എല്ലാ ദിവസവും ഒരു 1 hour ഗെയിമിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പം ആ ടൈം നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടി, ലൈക്ക് എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് റിലീഫ്, എൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടി ഈ പ്രഷർ കുക്കറിൽ നമ്മൾ ഈ ആ പ്രഷർ വിസിൽ വഴി പോയാൽ മാത്രമേ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ തലയ്ക്കകത്തുള്ള പ്രഷറോ എൻ്റെ വട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണായിട്ട് വന്നൊരു സ്പേസിൽ പറയാനുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഞാൻ ഇത് ഇങ്ങനെ യൂട്യൂബ് യൂസ് ചെയ്യാം എന്ന് ഓർത്തു. ഇറ്റ്സ് വെരി മച്ച് സിമ്പിൾ. സോ ഞാൻ ഹൗ ഇസ് ദ ലൈഫ് ഗോയിങ് എന്നുള്ളൊരു എസ്പെഷ്യലി ഈ വന്ന കാലത്ത് ഹൗ ഇസ് ദ ലൈഫ് ഗോയിങ് എന്നുള്ളൊരു
ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. കാര്യം സി നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു ജനറേഷൻ ഗ്രൂ അപ്പ് ഇൻ എ വെരി ഗുഡ് ആൻഡ് നീഷ് ജനറേഷൻ വേർ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ചേട്ടന്മാരുടെ കൂടെ കളിക്കാൻ പോകുന്നു, അങ്ങനെ പിള്ളേരോട്ട് മിങ്കിൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ജനറേഷനിലെ ഉള്ളൊരു ഒരു കംഫർട്ടബിലിറ്റി, അല്ലെങ്കിൽ എന്താ കോൾ നമ്മുടെ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കംഫർട്ടബിലിറ്റി എന്ന് പറയുന്ന കേസ് ഐ റിയലി ഫൈൻഡ് ഈ വന്ന ജനറേഷനിൽ ഭയങ്കര കുറവാണുള്ളത്. സോ നമ്മളെപ്പോഴും പറയും ഈ ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ 2K കിഡ്സിനെ എന്തുവാ പള്ളു പറയുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് അറിയാവുന്ന പിള്ളേരുണ്ട് നല്ല നീറ്റ് 2K കിഡ്സ്. അതായത് ഐ ഹാവ് എ ഫ്രണ്ട്, അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ എന്നെക്കാട്ടിലൊരു 4-5 വയസ്സ് ഇളയതാണ്. എന്നിട്ട് അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ അവനെക്കാട്ടിൽ ഇളയുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത്, എനിക്ക് ഫീലായ 1-2 കേസ് എന്ന് വെച്ചാൽ ഈ വന്ന കാലത്ത് ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ദ റെസ്പെക്റ്റ് ടു വൺ അനദർ. നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, നാട്ടിലെ കൂട്ടുകാരുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അച്ചച്ചന്മാരെ കാണുമ്പോൾ, അന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള അച്ചച്ചന്മാരെ കാണുമ്പം എനിക്കൊരു റെസ്പെക്റ്റ് ആയിരുന്നു. പേടിയല്ല, നമുക്കൊരു റെസ്പെക്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ എപ്പോഴും അവരോടൊരു ഇപ്പോഴാണെങ്കിലും നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനം, അല്ലെ ഇപ്പോൾ എൻ്റെ കോളേജ് സീനിയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ വന്ന കാലത്ത് ഐ റിയലി ഫൈൻഡ് ദാറ്റ് അങ്ങനത്തെ ഇപ്പം നമ്മളോട് ഇടപെടുന്ന പിള്ളേരാണെങ്കിൽ പോലും, എല്ലാവരും ഞാൻ പറയത്തില്ല, പക്ഷെ ചില പിള്ളേർക്ക് എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അച്ഛന്മാർക്ക് കൊടുത്തിരുന്നൊരു വാല്യൂ ഉണ്ടല്ലോ, അവർക്കത് ഇല്ല. അതായത് അവർക്ക് അങ്ങനൊരു കാര്യത്തിനോട് അവർക്ക് എന്തോ നമ്മളെങ്ങനെ പറയുക, അവർക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അവർക്കല്ലേ മേ ബി നമ്മളിപ്പോൾ എല്ലാവരും പറയും പേരൻറ്റിങ്ങിൻ്റെ ആവും അങ്ങനൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല. ഇത് ഇറ്റ് ഷുഡ് കം ഫ്രം ദ എൻവിറോൺമെൻറ്റ്. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. വിച്ച് ഗ്രാജുവലി ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ലൈക്ക് ഇങ്ങനൊരു റെസ്പെക്റ്റ് ഇല്ലാത്തപ്പോൾ ഇവർക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് തോന്നാറുണ്ട്. ഈ തോന്നൽ വളരെ ഏർലി സ്റ്റേജിൽ ഇവർക്ക് എത്തുന്നുണ്ട്. അത് കാരണം ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാത്തത് കാരണം ഈ ലോകത്ത് കുറേ ലൈക്ക് വയലൻസ് ഞാൻ കണ്ടിട്ടുണ്ട് നടക്കുന്നതായിട്ട്. അതായത് ആൾക്കാർക്ക് ഒരാളെ ഒരാളുടെ പ്രിവസി, അല്ലെങ്കിൽ ഒരാളുടെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട്, അല്ലെ എങ്ങനെ അവരോടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഹൗ ടു ലീവ് എ ലൈഫ് ലൈക്ക് ഒരു സ്നേഹത്തിലും ഒരു ഹാർമണിയിലും ഒക്കെ എങ്ങനെ നടക്കണം എന്നുള്ളത് അറിയാതെ നടക്കുന്നു എന്നുള്ളൊരു കേസ് എനിക്കിങ്ങനെ കുറച്ച് നാളായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇപ്പം ഞാൻ ഈ GCC വന്നതിന് ശേഷം ഐ യൂസ് ടു ഫോളോ ന്യൂസ് എ ലോട്ട്. എനിക്കതങ്ങനെ, അതായത് നമ്മൾ നേരത്തെ ഞാനങ്ങനെ അധികം ന്യൂസ്, പക്ഷേ ഞാനിപ്പോൾ കുറച്ചുകൂടെ ന്യൂസസ് കാണാൻ തുടങ്ങുന്നുണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ whatever. അപ്പം എനിക്ക് അതിനകത്തൊന്നും മനസ്സിലായ കാര്യം ഇതാണ്, ഈ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എല്ലാം ഇങ്ങനെ ലൈക്ക് ഒരു യങ്ങർ ഏജുള്ള ഒരു എൽഡർ ഏജുള്ള ഒരാളിനെ അടിക്കുന്നു, പിടിക്കുന്നു, ഇടിക്കുന്നു, കൊല്ലുന്നു. ഇത് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ന്യൂസസ് ഇതിന് മുമ്പും ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ഇറ്റ് വാസ് വെരി റെയർ. നമ്മൾ ന്യൂസിൽ കാണുമ്പോഴാണല്ലോ, ഇറ്റ് വാസ് വെരി റെയർ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ വാട്ട് മേക്ക് അല്ലെ ആ ഒരു ജനറേഷൻ തിങ്ക് ദാറ്റ് ഒരു ചെറിയ കാര്യത്തിന് പോലെ ഒരാളെ എടുത്തിട്ട് വേദനിപ്പിക്കുമ്പോഴാണ് അവരുടെ വൈരാഗ്യം, അല്ലെ അവരുടെ ഒരു പകയൊക്കെ മാറുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം ഞങ്ങളോട് ഇങ്ങനെ ഇതിനെക്കാട്ടിലും മോശമായിട്ട് ചെയ്തവരോട് നമുക്കുള്ള ഏറ്റവും വലിയ റിവെഞ്ച് എന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ ഹാപ്പിയായിട്ട് ജീവിച്ച് കാണിക്കുക. നമ്മുടെ പേരൻസാണ് അങ്ങനെ തന്നെ പഠിക്കുന്നത്. നിന്നെ ഇന്ന് അങ്ങനെ പറഞ്ഞില്ല, നീ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം, നിന്നെ ഇന്നവനോടല്ല, നിന്നെ അവരൊന്നും വില തരാത്തവർ
നമ്മുടെയൊക്കെ വാശി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. ഞാനപ്പം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു കേസ്, അതായത് എൻ്റെ ലൈഫിൽ എന്നോട് ചീത്ത വിളിച്ചവരല്ല എന്നെ അത്രയും മോശം. ഞാനൊക്കെ ബുള്ളി അനുഭവിച്ചാണൊക്കെ ഈ ലോകത്തൊരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിന് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എസ്പെഷ്യലി ക്യാഷിൻ്റെ കേസിലാണല്ലോ. ലൈക്ക് നമുക്ക് അത്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്, ഫാമിലി വൈസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എസ്പെഷ്യലി എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ ഒരു ഒരു ദേ ആർ നോട്ട് സൗണ്ട് വിത്ത്. പക്ഷേ ദേ ഗീവ് മീ വെരി ഗുഡ് എഡ്യൂക്കേഷൻ. പിന്നെ അവർ എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കേസ് കാരണം എനിക്കൊരു കേസ് മെയിനായിട്ട്. സോ നമുക്കെല്ലാം എനിക്കൊക്കെ എൻ്റെയൊക്കെ ഒരു ഡ്രീമെന്ന് വെച്ചിരുന്ന അറ്റ് എ പോയിൻ്റ് അല്ല ഒരു പോയിന്റിൽ ഇപ്പം ഈ ചിലരൊക്കെ പറയും ഈ മെനു നോക്കാതെ ഫുഡ് വാങ്ങി കഴിക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്കത് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. എനിക്ക് ഒരു ദിവസം ഞാനിപ്പം ആക്ച്വലി ഞാൻ നമ്മുടെ ഈ കോട്ടിലൊക്കെ പറയുന്ന പോലെ എന്താ ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ ഒരു കാലത്ത് എൻ്റെ പ്രേ ചെയ്ത ആ ഒരു ലൈഫാണ് ഞാനിപ്പം ജീവിക്കുന്നത്. സോ ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ഇൻ സച്ച് എ ഗ്രേറ്റ് വേ. പക്ഷേങ്കിൽ ഇന്നത്തെ വന്ന എനിക്കറിയത്തില്ല, മേ ബി ദ റിസോഴ്സസ്, അതായത് കഷ്ടപ്പെട്ട് നേടുന്ന ഒരു കാര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെ എന്തോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മണി എന്ന് പറയുന്നൊരു കേസ് ഭയങ്കര. എനിക്കൊരു 500 റുപ്പീസിന് വേണ്ടി ഞാൻ എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല പണിക്ക് പോയിട്ടുണ്ട്. സോ ഞാൻ പല പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കോളേജ് കഴിഞ്ഞിട്ട് ഒരു 500 റുപ്പീസിന് വേണ്ടി പോയിട്ട്, കാര്യം എനിക്കറിയാം ഈ പണിക്ക് പോയാൽ മാത്രമേ എനിക്ക് ആ പൈസ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ വന്ന കാലത്ത് അത് അങ്ങനെ ഒരു മാൻഡേറ്ററി അല്ല. പൈസ ഈസ് ലൈക്ക് അത്രയും ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പോലെ ആൾക്കാരെ ആക്കി വെച്ചിരിക്കുക. വിച്ച് ഇവൻച്വലി ടേൺസ് ഔട്ട് ഇതുണ്ടാക്കാനുള്ള കഷ്ടപ്പാടല്ലേ അതിന് നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യുന്നു. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസ് എൻ്റെ വീട്ടിൽ ഞാനൊക്കെ മന്ത്ലി വൺസ് നോൺ വെജ് ചിക്കൻ, മീൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ചിക്കൻ മന്ത്ലി വൺസ് അല്ല മന്ത്ലി ട്വൈസ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഗ്രോ അപ്പ് സിനാരിയോ പോയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഐ റിയലി ഫീൽ ലൈക്ക് ഈ വന്ന കാലത്ത് അങ്ങനത്തെ ജനറേഷനിൽ ആൻഡ് ഐ ഫീൽ വെരി സാഡ്. ബിക്കോസ് ഞാനൊക്കെ എൻ്റെ അനിയത്തിമാരായിട്ടും കാണുന്ന പിള്ളേരുടെ ന്യൂസസ് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വാട്ട് ഹാപ്പൻസ് ടു ദിസ് ജനറേഷൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ കാൺ ബ്ലെയിം. ഞാൻ ഈ ജനറേഷൻ എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. there are such a beautiful souls. അങ്ങനത്തെ പിള്ളേർ ഈ ജനറേഷനിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ദ ന്യൂസസ് വി ആർ ഹിയറിങ് ഇൻ ദിസ് ജനറേഷൻ, എനിക്ക് ഈ പറഞ്ഞ പോലെ മണി, ലാക്ക് ഓഫ് റെസ്പെക്റ്റ്, ഈ വന്ന കാര്യങ്ങൾ, അതായത് ഇറ്റ്സ് ഈ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോവാന്ന് പറയില്ലേ. ഒരു കേസോട് ഞാൻ പറയാം. ഈ മണിയുടെ കേസിൽ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇത് നോക്കുക. കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയിൽ കേരളത്തിൽ ലക്ഷറി കാർസ്, ലക്ഷറി ബൈക്സ്, ഇതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾ നോക്കിയാൽ എത്ര ലക്ഷറി യൂസ്ഡ് കാർസ് വന്നിട്ടുണ്ട്. സോ ഇത്രയും ആൾക്കാർ ഇത്രയും കാശ് മുടക്കി ഇത്ര വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് വാങ്ങാനാണുണ്ട്. വിച്ച് മീൻസ് മണി എന്ന് പറയുന്ന ഒരു സോഴ്സ് കേരളത്തിലുണ്ട്. ആൻഡ് ഇത് കിട്ടാൻ എളുപ്പമാണ്. ഈ ജനറേഷനിൽ ഐ സേ ദാറ്റ് ഈ ജനറേഷനിൽ മണി എന്ന് പറയുന്നൊരു സാധനം കിട്ടാൻ എളുപ്പമാണ്. ഇങ്ങനെ കിട്ടുന്നൊരു സാധനത്തിനോട് ഇങ്ങനെ കിട്ടുന്നൊരു സാധനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത് കിട്ടിക്കൊണ്ടിരുന്നിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള വിഷയം ഇറ്റ്സ് വൺ ഓഫ് ദ റീസണായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ റീസെൻ്റ്ലി എൻ്റെ ഒരാളോട് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു റിഗാർഡിങ് ഓൾ ദിസ്. അപ്പോൾ പറഞ്ഞു, സ്കൂളുകളിൽ എന്ന് വഴി നിർത്തിയോ
ഷീ ലിറ്ററലി എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഏജ്ഡായ ഒരു റിട്ടയർഡായ ഒരു നമ്മുടെയൊക്കെ ഗ്രാൻഡ് മദറായതിൻ്റെ സ്ഥാനമുള്ളൊരു ഒരാളോടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഷീ ലിറ്ററലി സെഡ് ദാറ്റ് സ്കൂളുകളിൽ എന്ന് വഴി നിർത്തിയോ അന്ന് തുടങ്ങി ഈ ഈ തലമുറയുടെ നാശം. ഇറ്റ്സ് റൈറ്റ്. കാര്യം ഈ ഞാൻ എന്നെ അടിച്ച ടീച്ചർമാരോട് അതിൻ്റെ റീസൺസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് പല സമയത്ത് എനിക്ക് ഇൻജസ്റ്റിഫയബിളാണ്. ലൈക്ക് ഞാൻ എൻ്റെ കൊച്ചിൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പം ആ ട്രെയിനിൽ ട്രിമ്മേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ട്രിമ്മർ കൊണ്ടുവന്നിട്ട് ഞാനത് ജസ്റ്റ് ഇങ്ങനെ വെച്ച്, എനിക്ക് അന്ന് എനിക്ക് കുഞ്ഞു വെച്ചല്ലേ, ഈ മറ്റേ ക്യാപ്പ് ഇടുന്ന കാര്യമൊന്നും അറിയത്തില്ല. ഞാൻ പിടിച്ച് എൻ്റെ ഈ ഫോർഹെഡിൽ ഇത്ര ഭാഗം മുടി ഞാനങ്ങ് എടുത്ത് കളഞ്ഞു. എന്നിട്ട് എനിക്കപ്പോൾ മുട്ട അടിക്കാൻ വയ്യായിരുന്നു, എനിക്ക് മുട്ട അടിക്കാൻ നാണക്കേടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ തൊപ്പി വെച്ചോണ്ട് ക്ലാസ്സിൽ പോയി. ഒരു ടീച്ചർ, ഐ സ്റ്റിൽ റിമെമ്പർ ഹർ നെയിം, പക്ഷെ പറയുന്നില്ല, പുള്ളിക്കാരി ഞാൻ എൻ്റെ സ്വന്തം മുടി എൻ്റെ തലയിൽ എൻ്റെ അപ്പൻ്റെ ട്രിമ്മർ വെച്ച് അടിച്ചതിന് പുള്ളിക്കാരി എന്നെ ബെഞ്ചിൻ്റെ മുകളിലെടുത്ത് അടിക്കുകയും ചെയ്തു. എനിക്കപ്പോൾ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ടീച്ചർമാരോടൊരു ഭയം ഉണ്ടായിരുന്നു. നമ്മൾ ടീച്ചർമാരോട് തിരിച്ചൊന്നും പറയും, നമ്മൾ ടീച്ചർമാരോട് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നോക്കാറുള്ളൂ, നമ്മൾ ടീച്ചർമാരോട് കമ്പനിയായിരുന്നു. ആൻഡ് ഇപ്പോഴും കഴിഞ്ഞ ഒരു 2-3 years ബാക്ക് എന്നെ ക്ലാസ്സിൽ, അതായത് എന്നെ 10th പഠിപ്പിച്ചൊരു ടീച്ചറിനെ ഞാനിങ്ങനെ ജസ്റ്റ് FB-യിൽ ടെക്സ്റ്റ് ചെയ്തു, ടീച്ചർ ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹൗസ് എവറിത്തിങ് സ്കൂൾസ് ഒക്കെ എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ കാര്യം, എടാ വി ആർ മിസ്സിങ് എ ബാച്ച് ലൈക്ക് യുവർ ബാച്ച്. ഞങ്ങൾ നിൻ്റെ ബാച്ച് പോലത്തെ ഒരു ബാച്ച് ഞങ്ങൾ മിസ് ചെയ്യുന്നു. അത് ഒരു ഇത് ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ ഒരു റെസ്പെക്റ്റ്, ഈ ഒരു ഫ്രണ്ട്ലിനെസ്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു ബോണ്ടിങ്, ഇറ്റ്സ് നോട്ട്, ഞാൻ പറഞ്ഞ ടീച്ചേഴ്സ് മാത്രമായിട്ടല്ല, പിള്ളേരും തമ്മിലല്ല, ഈ പറഞ്ഞ പോലെ എല്ലാവരും. നമ്മുടെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് UK എന്നെ വിളിക്കും. അവൻ വിളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ 6ാം ക്ലാസ് തൊട്ട് ഭയങ്കര ഫ്രണ്ടാണ്. ഞങ്ങൾ 16 തൊട്ട് 12 ഒന്നിച്ച് പഠിച്ച്, പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങൾ 2 സ്ട്രീം എടുത്ത്, അവൻ ഒരു വഴിക്ക് പോയി, ഞാൻ എഞ്ചിനീയറിംഗ് എടുത്ത്, അങ്ങനെ പോയി. അങ്ങനെ ആയപ്പോലും ഞങ്ങൾക്ക് ഇപ്പോഴും വിളിച്ചാലും ഞങ്ങളുടെ ആ ഒരു ബോണ്ടിങ്, നമ്മൾ ആ സമയത്ത് നിരുപദ്രവമായിട്ട് കാണിച്ചു വെച്ച കാര്യങ്ങളും ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ എൻജോയ്മെൻ്റൊക്കെ പറയുമ്പോൾ അന്നത്തെ കുരുത്തക്കേടുകൾ നമുക്കിന്ന് ചിരിക്കാനുണ്ട്. ആ ഒരു എന്താ പറയുന്ന ആ ഒരു കാര്യം എങ്ങനെ വന്നു നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ടീച്ചേഴ്സിനോടും നമ്മുടെ ചേട്ടന്മാരോടും നമ്മുടെ എൽഡേഴ്സിനോടും നമ്മുടെ കൂടെ പഠിക്കുന്നവരോടുള്ള റെസ്പെക്റ്റ്. എന്നാൽ അതിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നമ്മുടേതായ എൻജോയ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും ഞാനീ പറയുന്നൊന്നും ഒത്തിരി എനിക്കതിനു വേണ്ടി പ്രായമൊന്നുമില്ല. അങ്ങനെ ഒത്തിരി ഈ 80-കളിലെ 70-കളിലെ വസന്തം കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ദീസ് തിങ് ഹാപ്പൻസ് ലൈക്ക് ഒരു 2010 അല്ലെങ്കിൽ 2010, 15, 20 ആ ഇയറിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ 2006 ഒന്നുമല്ല, 2010 തന്നെ വെച്ചോ, അല്ലെ 2008 തൊട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഏർലി 2000s ഈ ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കുസൃതികൾ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്, ഒരു പേടി നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ പോയതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വേറെ നിൽക്കുമ്പോഴാണ് ശരി, ഞാൻ പുറത്ത് എവിടെയെങ്കിലും, ഞാൻ നാട്ടിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാൻ അവിടെ വരുമ്പോഴാണ് എന്തായാലും ശരി, ആ ഒരു റെസ്പെക്റ്റ് 100% പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിച്ച് സംസ് അപ്പ്, ഇങ്ങനെയാണ് നമുക്കങ്ങനെ ഒരിക്കലും ഒരു ഫ്യൂച്ചർ പറയാൻ പറ്റില്ല. ഒരിടയ്ക്ക് UK പോകുന്നത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിൽ ഇപ്പോൾ അവിടെ പോകുന്നവരും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവരെല്ലാം തിരിച്ചു വരാൻ വേണ്ടി തന്നെ നോക്കുന്ന കുറേ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചർ പറയാനില്ല. പക്ഷേങ്കിൽ ഐ റിയലി ഫീൽ ലൈക്ക് ഇപ്പം ദിസ് ഈസ് ദ വേ നമ്മുടെ ലൈഫ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ബി വേഴ്സ്. ഇൻ ദ സെൻസ് ലൈക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചർ, അല്ല കേരളത്തിൻ്റെ ഒരു ദ വേ വി ബ്രോട്ട് അപ്പ്,
ഈ പറഞ്ഞ ഞങ്ങളുടെ ഒരു ജനറേഷൻ എല്ലാ ടൈപ്പ് ഓഫ് ചേഞ്ചസും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലോപ്പി ഡിസ്ക് കണ്ടിട്ടുണ്ട്, CD കണ്ടിട്ടുണ്ട്, പെൻ ഡ്രൈവ് കണ്ടിട്ടുണ്ട്, മെമ്മറി കാർഡ് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജനറേഷൻ. ഞങ്ങൾ ലാൻഡ് ലൈൻ കണ്ടിട്ടുണ്ട്, ആൻറ്റിന മറ്റേ ഇല്ല ഏണി ഇങ്ങനെ നീളം വന്നത് ഏണി പോലെ ഏരിയയിൽ പോലെ ഇരിക്കുന്ന ഏരിയയിലുള്ള ആൻറ്റിനകൾ, TV ദൂരദർശനും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് തൊട്ട് വന്നിട്ട് ഇന്ന് സ്മാർട്ട് TV ഒരു റിമോട്ടിൽ യൂട്യൂബും നോക്കി നിൽക്കുന്ന ആ ഒരു ജനറേഷൻ വരെ. സോ വി ഹാവ് ഞങ്ങളുടെ ഒരു ജനറേഷൻ. ഞാൻ മൂത്തവരോടായാലും പറയും, നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ചേട്ടൻ ഞങ്ങളുടെ ഒരു ജനറേഷനിൽ ഇങ്ങനെ സാധനങ്ങൾ മാറുന്നതിന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ലാൻഡ് ലൈൻ കണ്ടിട്ടുണ്ട്. ലാൻഡ് ലൈനിൽ നിന്ന് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് മറ്റേ വോക്കി ടോക്കി കണക്ക് ഇരിക്കുന്നൊരു ഫോൺ വന്നിട്ടുണ്ട്. അവിടുന്ന് ടച്ച് ഫോൺ കീപാഡ് ഫോൺ വന്നിട്ടുണ്ട്. നോക്കിയുടെ 1110 ഒക്കെ അങ്ങനത്തെ ഫോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കിയുടെ N72 N75 എന്നൊക്കെ പറയുന്ന ലെജൻഡറി ഫോൺസ് നമ്മൾ കണ്ടു. അവിടെ നിന്ന് വന്നിട്ട് ആപ്പിൾ കണ്ടു, നോക്കിയ, സാംസങ്ങിൻ്റെ ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ്, iOS, ഇടയ്ക്ക് വിൻഡോസ് വെച്ചിട്ട് നോക്കിയുടെ ഫോൺ ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇപ്പം ആദ്യം മറ്റേ ഒരു സ്റ്റൈലസ് പോലൊരു പെണ്ണ് വെച്ച് ഇങ്ങനെ ഭയങ്കര ഹാർഡ്ലി ടച്ച് ചെയ്യുന്നൊരു ടച്ച്. പിന്നെ അത് കഴിഞ്ഞ് മാറിയിട്ട് ഫെദർ ടച്ച് എന്ന് പറഞ്ഞ ആപ്പിൾ ഇറക്കി, അത് കണ്ടു. ക്യാമറാസ് വന്നു, ഫോണിൽ ഫോട്ടോ എടുക്കാം, ഫോണിൽ മെമ്മറി കാർഡ് എടുക്കാം, പാട്ട് കേൾക്കാം എന്ന് വേണ്ട. അങ്ങനത്തെ ഒരു ഞാൻ ഈ പറയുന്ന ഒരു 20-25 അല്ല ഒരു 30 ഇയേഴ്സിൻ്റെ അണ്ടറിൽ നടന്ന കാര്യമില്ല. അപ്പം ഇത്രയും ചേഞ്ചസ് കണ്ടു. എപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലത്തിൽ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവസരം കിട്ടുമ്പോഴേ ഞാൻ ആൾക്കാരോടെല്ലാം സംസാരിക്കാറുള്ളപ്പോൾ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാവാൻ പറ്റാത്തൊരു കേസാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളതൊന്ന് ഇപ്പം ഈ വീഡിയോ എനിക്കറിയില്ല എത്ര പേര് കാണുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ റെക്കോർഡ്സിനോട് മാത്രമല്ല, എത്ര പേര് കാണുമെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് പറ്റാവുന്ന എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വെച്ച് ചെയ്യും. ഞാൻ എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ഞാൻ പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോടും അനിയത്തിമാരോടും അനിയന്മാരോടും എല്ലാം ഞാൻ സംസാരിക്കാറുള്ളതാണ്. ആ ഇറ്റ്സ് ഹൈ ടൈം ടു get it back, all the things which we lost. നമ്മുടെ കൾച്ചറിൽ നിന്ന് പോയ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ടൈം കഴിഞ്ഞിരിക്കുന്നു. സോ ഇത് ഭയങ്കര ബോറിംഗ് ആയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കിഷ്ടം. സോ സിയ.